ഹലോ ഗൈസ്, നമ്മൾ ലാലേട്ടൻ്റെ പടം കാണാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. വണ്ടി ഓടിക്കുമ്പോൾ വെച്ചതാണ്. ഞാനും അനിയനും കൂടിയാണ് പടം കാണാൻ വേണ്ടി പോകുന്നത്. നമ്മൾ എന്നും പോകുന്നത് നമ്മുടെ സ്വാതി തിയേറ്ററിലാണ് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് വിശക്കുന്നുണ്ട്. ഉച്ചയ്ക്കാണ് ഷോ, അതുകൊണ്ട് ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ചിട്ടാണ് പോകുന്നത്. അനിയനുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കാൻ പോലെടാ. എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണി വന്നിട്ടുണ്ട്. എടുത്ത് തട്ടറ പ്ലേറ്റിലോട്ട്. നല്ലതായിട്ട് വിശന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു പിടിയും പിടിക്കാം. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. എനിക്കാണ് ചിക്കൻ ലെഗ് പീസ് കിട്ടി. ചേച്ചി പപ്പടം കഴിച്ച് പപ്പടം ഇളക്കുന്ന സമയം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. സെറ്റായിട്ട് കഴിച്ചല്ലേ, വേറെ ഇറച്ചി. ഓക്കെ, ഇവിടെ സ്കൂട്ടർ കൂടി ഇരിപ്പുണ്ട്. കയറി നേരെ തിയേറ്ററിലേക്ക് പോകും. തിയേറ്ററിൽ എത്തി. ഇത് നമ്മൾ കണ്ടു. ഇതാണ് കാണാൻ പോകുന്നത്. എന്നത്തെയും പോലെ അങ്ങനെ തുടരും. ലാലേട്ടന്റെ പുതിയ സിനിമ കണ്ടിട്ട് വന്നു. മുഖത്തെ സന്തോഷം കണ്ടോ? ആ ഒരു സന്തോഷമാണ് ഗൈസ്. സന്തോഷം മാത്രമല്ല, പടം കണ്ടിട്ട് വന്നപ്പോ ഒരു ഇമോഷണലി സാഡായിട്ടാണ് പക്ഷെ ഇറങ്ങിയത്. പക്ഷെ ഒരു സന്തോഷമുണ്ട്. എന്തോന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടൻ ഈസ് ബാക്ക്, കം ബാക്ക് ഗൈസ്. ഈ സിനിമയിൽ ലാലേട്ടൻ ഇനി തുടരും എന്നാണ് ലാസ്റ്റും കാണിക്കുന്നത്. എമ്പുരാന് ശേഷം വരുന്ന ലാലേട്ടന്റെ പുതിയ സിനിമ തുടരും. ഈ സിനിമയില് ലാലേട്ടനുണ്ട്, പിന്നെ ശോഭന മാം ഉണ്ട്, വേറെ കുറച്ച് നമ്മുടെ ആക്ടേഴ്സ് ഉണ്ട്. അവരുടെ പേരൊക്കെ എന്ന് പറഞ്ഞുള്ള പ്രേമലുവിനകത്തുള്ള അമൽ ഡേവിസ് ഇല്ലേ, അമൽ ഡേവിസും ഈ സിനിമയ്ക്കകത്തുണ്ടായിരുന്നു. തരുൺ മൂർത്തി ഡയറക്ട് ചെയ്ത സിനിമയാണിത്. പടത്തിന്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ നല്ലതായിട്ടുണ്ട്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു ഫ്രെയിമിലാണ് പോകുന്നത്. നല്ല കളർ ഗ്രേഡിങ്, പിന്നെ മ്യൂസിക്. ഈ സിനിമയില് നമുക്ക് ഇച്ചിരി എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ടാണ്, ഈ ഷോർട്സിലൊക്കെ കാണുന്ന പാട്ടാണല്ലോ. MG ശ്രീകുമാർ സാറ് പാടിയൊരു പാട്ടുണ്ടല്ലോ. ആ ഒരു പാട്ട് തിയേറ്ററിൽ കണ്ടപ്പോൾ കൊള്ളായിരുന്നു. അതിനകത്ത് കുറെ സീനുകളൊക്കെ ഉണ്ട്. ലാലേട്ടന്റെയും പിന്നെ ശോഭനയുടെ അവർ രണ്ടുപേരുടെയും പഴയ ഒരു ഫാമിലിയുടെ രീതിയിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ലാലേട്ടനകത്ത് ഫസ്റ്റ് ഹാഫില് പടം തുടങ്ങുമ്പോൾ നല്ല കോമഡി, കൊച്ചു പിള്ളേർ കൂട്ടുള്ള രീതിയൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒട്ടും വിചാരിക്കത്തില്ല, പെട്ടെന്ന് സിനിമയുടെ രീതിയൊക്കെ മാറും. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ഈ സിനിമയ്ക്കകത്ത് സ്പെഷ്യലായിട്ട് കാണാൻ പോയത്, ഇതിനകത്ത് ചേട്ടൻ അഭിനയിക്കുന്നുണ്ട്. അതായത് റിലേറ്റീവില് ഉള്ള ഞങ്ങളുടെ ഒരു ചേട്ടൻ ഈ സിനിമയ്ക്കകത്ത് അഭിനയിക്കുമല്ല, ജസ്റ്റ് ആ ഒരു സീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കാണാൻ വേണ്ടിയാണ് പോയത്. അപ്പോൾ ചേട്ടനെ സ്ക്രീനിൽ കണ്ട്. ലാലേട്ടൻ ഒരു കല്യാണ റിസപ്ഷന് വരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അവിടെയാണ് ചേട്ടന്റെ സീൻ വന്നത്. അപ്പൊ ചേട്ടൻ എന്ന് പറയുമ്പോൾ ഗിറ്റാറിസ്റ്റ് ആണ്. അപ്പോൾ പടത്തിലും ഗിറ്റാർ വായിക്കുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഒരു 4-2 സെക്കൻഡ് അങ്ങോട്ടൊക്കെ കാണിച്ചുള്ളൂ. അപ്പൊ അങ്ങനെ കണ്ട്. അപ്പൊ ഗൈസ്, നമ്മുടെ ആക്ഷൻ ഡ്യൂഡിന്റെ വീഡിയോ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം എന്ന് വെച്ചാൽ സിനിമയില് ഫുള്ള് ക്ലാസ് ആണ് സാധനം. ലാലേട്ടന്റെ പുലിമുരുകന് പിന്നെ ദൃശ്യം സിനിമയുണ്ടല്ലോ, ഈ 2 സിനിമയുടെ ഒരു വൈബിനകത്ത് അടിച്ചായിരുന്നു. ആ ഒരു 2 സിനിമ കണ്ടന്റ് വിട്ടുണ്ട്. പിന്നെ ഇത് ടോട്ടലി ഒരു വേറെ ഡിഫറെന്റ് സ്റ്റോറിയാണ്. പിന്നെ ഈ സിനിമ ഞാൻ കാണാൻ പോയപ്പോ ഇതൊരു ഫാമിലി മൂവിയാണ്, അല്ലെങ്കിൽ ചെറിയ അടിയും ഫാമിലിനകത്തുള്ള കുറച്ച് കാര്യങ്ങളും തമാശ രീതിയിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാ വിചാരിച്ച് ഞാൻ പോയത്. അങ്ങനെ ഒരു പ്രതീക്ഷയോടെ പോയാണ്. ഇതിന്റെ ട്രെയിലർ വന്നപ്പോഴും ഒക്കെ ഇതൊരു ഫാമിലി മൂവിയാണ്, ഇത് ലാലേട്ടന്റെ പഴയ ചിരിയും കളിയും അങ്ങനെയൊക്കെയുള്ള രീതിയാണോ അങ്ങനെയൊക്കെ തോന്നിയത്. പക്ഷെ സിനിമ ടോട്ടലി ഡിഫറെന്റ് ആണ്, വേറെ ടൈപ്പാണ്. ഡ്രാമ, സസ്പെൻസ്, ത്രില്ലർ സിനിമയാണിത്. ഇത് ഫുള്ള് ഡ്രാമയാണ്, ഡ്രാമാറ്റിക് ആണ്. ലാസ്റ്റ് സെക്കൻഡ് ഹാഫ് തൊട്ട് വേറെ ലെവലിൽ സംഭവം പോവും. ഫസ്റ്റ് ഹാഫിൽ ഇന്റർവെൽ ആകുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി വരുത്തിയിട്ടാണ് ഇന്റർവെൽ പഞ്ച് വരുന്നത്. സെക്കൻഡ് ഹാഫിൽ ഇനി എന്തുവാ വരാൻ പോകുന്നതെന്ന് അങ്ങനെ ചിന്തിച്ചു. നല്ലൊരു സിനിമയാണ്. കണ്ടിറങ്ങിയപ്പോ തന്നെ തൃപ്തിയായി. കുറെ നാൾക്ക് ശേഷമാണ് ലാലേട്ടൻ ഇങ്ങനെ സ്ക്രീനിൽ കണ്ടത്. ആ ഒരു പഴയ വൈബും, പിന്നെ ആ ഡയലോഗ് അടിയും, ആ ഒരു മുണ്ടും മുക്കിയുള്ള ഇതും, പിന്നെ ആ ഒരു നോട്ടവും, ആ മുഖത്തെ ഭാവങ്ങളും, ആ പഴയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ പുലിമുരുകനകത്ത് കാണിക്കുന്ന ഇവിടെ മസിലിനകത്ത് കമ്പൗണ്ട് ഇടിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന സീനും ആ ഒരു സീക്വൻസും, ലാലേട്ടൻ കുറെ റെഫറൻസ്, ലാലേട്ടൻ ഇതിന് മുന്നേ ഉള്ള പടത്തിലുള്ള കുറെ റെഫറൻസ് ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്തും കാണിച്ചിട്ടുണ്ട്. ഫൈറ്റൊക്കെ ഉണ്ട്, കാണേണ്ടതാണ്. അപ്പൊ ഓരോ തിയേറ്ററുകളിലും നല്ല ബുക്കിംഗ് ആണ്. ഫുള്ള് ഹൗസ്ഫുള്ളാണ്. ഞങ്ങൾ പോയ തിയേറ്ററിന് ഹൗസ്ഫുള്ളായിരുന്നു. ഈ സിനിമ കയറിക്കൊണ്ടിരിക്കുകയാണ്, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഗൈസ്, ലാലേട്ടൻ വീണ്ടും തുടരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേര് ഇങ്ങനെ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ലാലേട്ടൻ ഇതോടെ നിർത്തുമല്ല, ഇനി തുടരും. അവസാനമാകുമ്പോൾ നമ്മൾ നല്ല സെറ്റായി പോകും. എന്നിട്ട് ഇമോഷണലി സെറ്റായി പോകും. അങ്ങനെ സംഭവമൊക്കെയാണ് പടത്തിലുള്ളത്. സോ ഗൈസ്, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആക്ഷൻ ഡ്യൂഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ആക്ഷൻ ഡ്യൂഡും തുടരുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സിനിമയിലെ റിവ്യൂവിനെ അവിടെ പറഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ ഹോം തിയേറ്ററിൽ ഇനി പടം വരുമ്പോൾ കാണിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ വന്നിട്ടില്ല, ഇപ്പൊ തിയേറ്ററിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഹോം തിയേറ്റർ വരുമ്പോൾ ഞാൻ എന്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്റെ പേര് രാഹുൽ മനോജ്. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആക്ഷൻ ഡ്യൂഡ്. ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ഓക്കെ, ബൈ.